സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിതക്കാരന്റെ ഉപമ 1 മുതൽ 9 വരെ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിയിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറി ഇരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികെ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവി ഉള്ളവർ കേൾക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും, കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുകളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ വയോധികനായ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവർ
കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ സ്തുതി. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് സനാതനധർമ്മം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകും വഴിയേ പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ കണ്ടു. പിരിയാൻ നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും വരം നൽകാൻ കൃഷ്ണൻ തീരുമാനിച്ചു. പക്ഷേ കൃഷ്ണൻ്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ മഹർഷിക്ക് വേറെ ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നുവോ അപ്പോഴൊക്കെ കുടിക്കാൻ ആവശ്യമായ ജലം ലഭിക്കണമെന്ന വരം ആവശ്യപ്പെട്ടു. അങ്ങനെയാവട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു. ഒരു ദിനം ഉദംഗ മഹർഷിക്ക് യാത്രക്കിടയിൽ വനത്തിന് നടുവിൽ വെച്ച് ദാഹം തോന്നി. അദ്ദേഹം തനിക്ക് കൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഒരു കാട്ടാളൻ അതുവഴി വരുന്നത് കണ്ടു. കീറിയ മുഷിഞ്ഞ വസ്ത്രവും കൂടെ 5 വേട്ടനായ്ക്കളും ഉണ്ടായിരുന്ന അയാളുടെ ചുമലിൽ തുകൽ സഞ്ചി തൂക്കിയിട്ടിരുന്നു. ഉദംഗ മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട്, അങ്ങേ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്നതുപോലെയുണ്ടല്ലോ, ഇതാ ജലം കുടിച്ചാലും എന്ന് പറഞ്ഞ് തൻ്റെ തുകൽ സഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു. പക്ഷേ യാതൊരു വൃത്തിയും ഇല്ലാത്ത ഈ കാട്ടാളൻ്റെ വേഷവും സഞ്ചിയും ഒക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാതിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു, സുഹൃത്തേ നന്ദി, പക്ഷേ എനിക്ക് വേണ്ട. എന്നിട്ട് മനസ്സിൽ സങ്കടത്തോടെ കരുതി, കൃഷ്ണ നീ എനിക്ക് തന്ന വരം എവിടെ പോയി? കാട്ടാളൻ വീണ്ടും വീണ്ടും ജലം കുടിക്കാൻ ഉദംഗനെ നിർബന്ധിച്ചു. പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി. അപ്പോഴാണ് ഉദംഗ മഹർഷിക്ക് ഇതൊരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല എന്ന് മനസ്സിലായത്. ആകെ വിഷമത്തിലായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് ഉദംഗമുനി ചോദിച്ചു, കൃഷ്ണ ഇതെന്ത് പരീക്ഷണമാണ്? ഒരു വൃത്തിയുമില്ലാത്ത കാട്ടാളൻ്റെ കൈവശമാണോ ജലം കൊടുത്തയക്കുന്നത്? കൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു, ഉദംഗ അങ്ങേക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത് തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാവുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല. അവസാനം എൻ്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ മുന്നോട്ട് വെച്ചു. ഒരു കാട്ടാളൻ്റെ രൂപത്തിൽ പോയി മാത്രമേ താൻ ഉദംഗന് അമൃതം കൊടുക്കൂ എന്നായിരുന്നു ആ നിബന്ധന. അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതിനാൽ ഈ പരീക്ഷണം ജയിക്കുമെന്ന് കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്നും അമൃത് കുടിക്കുമെന്നും വിശ്വസിച്ച് ഞാനത് സമ്മതിച്ചു. പക്ഷേ ഇതാ നിൻ്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രൻ്റെ മുന്നിൽ ഞാനും തോറ്റുപോയിരിക്കുന്നു. ഇത് കേട്ട ഉദംഗ മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. യഥാർത്ഥ ജ്ഞാനം തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഒരാളുടെ മതമോ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനം എന്നും എല്ലാവരും തുല്യരാണ് എന്നുള്ള കാര്യം ഉദംഗൻ മറന്നുപോയിരുന്നു. കാട്ടാളനിലും ഉള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന് ഉദംഗ മുനിക്ക് കൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് എല്ലാവരിലും ഈശ്വരനുണ്ട് എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്ത് ജ്ഞാനമെല്ലാം നമ്മൾ നേടിയാലും പഠിപ്പിലും ബുദ്ധിയിലും എന്തൊക്കെയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടാവുക എന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്.
ഞാൻ എന്താണോ പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയാണ്. പക്ഷേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. കടപ്പാട്. ഇറ്റലിയിലെ ട്രാക്ടർ നിർമ്മാതാവായിരുന്ന ഫെറൂച്ചിയോ, അദ്ദേഹത്തിന് ആഡംബര കാറുകളോട് ഒരു ഭ്രമമായിരുന്നു. അദ്ദേഹം ഒരു ഫെറാറി കാർ വാങ്ങി. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണ സംതൃപ്തി കിട്ടിയില്ല. ഒരു ട്രാക്ടർ നിർമ്മാതാവായിരുന്നുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതിന്റെ ക്ലച്ചിനാണ് പ്രശ്നമെന്ന്. അദ്ദേഹം സർവീസ് സ്റ്റേഷനിലെ എഞ്ചിനീയറോട് ആ കാര്യം പറഞ്ഞു. പക്ഷെ ആ എഞ്ചിനീയർ അത് മൈൻഡ് ചെയ്തില്ല. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഫെറാറി കാറിന്റെ നിർമ്മാതാവ് എൻസിയോ ഫെറാറിയുമായി സംസാരിക്കാൻ അവസരം കിട്ടി. അവിടെ ഫെറൂച്ചിയോ പറഞ്ഞു, നിങ്ങളുടെ വണ്ടി അതിമനോഹരമാണ്, അതിന്റെ ക്ലച്ചിന്റെ പ്രശ്നം കൂടി പരിഹരിച്ചാൽ ലോകത്ത് ഒരു വണ്ടിക്കും ഫെറാറിയെ തോൽപ്പിക്കാൻ കഴിയില്ല. എൻസിയോ ഫെറാറി ഉച്ചത്തോടെ പറഞ്ഞു, എനിക്ക് ട്രാക്ടർ നിർമ്മാതാവായ ഫെറൂച്ചിയോയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ആകെ അപമാനിതനായ ഫെറൂച്ചിയോ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഫെറാറിയേക്കാൾ മികച്ച വണ്ടി ഉണ്ടാക്കും. ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹം ഫെറാറിയേക്കാൾ മികച്ച ഒരു വണ്ടി ഉണ്ടാക്കി നിരത്തിലിറക്കി. ആ വണ്ടിയുടെ പേരാണ് ലംബോർഗിനി. ആ ലംബോർഗിനി ഒറ്റ വർഷം കൊണ്ട് ഫെറാറിയേക്കാൾ മുകളിൽ വളർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ക്ലച്ചിന്റെ പ്രശ്നം പരിഹരിക്കാൻ, ആ നിർദ്ദേശം കേൾക്കാൻ എൻസോയോ ഫെറാറി തയ്യാറായിരുന്നെങ്കിൽ ലംബോർഗിനി പിറക്കുകയില്ലായിരുന്നു. ഫെറാറി തന്നെ ലോകത്തെ 1-ാം നമ്പർ കാറായി മാറുമായിരുന്നു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആൾക്കാർ നമുക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട്. ആ ഫീഡ്ബാക്കിനെ ഗൗരവത്തിലെടുത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ആ തയ്യാറാക്കലിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് എങ്ങനെ മെച്ചപ്പെടുത്താനാവും എന്ന് നിങ്ങൾക്ക് അറിവ് തരുന്ന വിത്ത് എന്ന പേരിലുള്ള ഒരു കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം, മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. ലൈവ്, ലവ്, ലീവ് എന്ന 3 അധ്യായങ്ങളിലാണ് നിങ്ങളുടെ ആത്മകഥ സംഗ്രഹിക്കപ്പെടേണ്ടത്. വീഞ്ഞു നുരയുന്നത് പോലെ ജീവിക്കുക, നിലാവ് പടരുന്നത് പോലെ സ്നേഹിക്കുക, കരിയിലകൾ പോലെ അപ്രിയ അനുഭവങ്ങളെ വിട്ടുകളയുക. ഫാദർ കടപ്പാട്, ഫാദർ ബോബി ജോസ്, കുട്ടിക്കാട്.
ല്ലോ ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. അമ്മേ രച്ചുന്റെ വണ്ണമ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്. പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.